ഫ്രൈഡ് ചിക്കനാണ്. അതിന് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ മൈദ വേണം, പിന്നെ നോർമൽ പ്ലെയിൻ വാട്ടർ വേണം. ചിക്കൻ ഞാൻ ഇപ്പോൾ എടുത്തുള്ള തൈ പീസാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ട്രയൽ അടിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലോണം ഹാമർ ചെയ്ത് വെച്ചതാണ്, നല്ലൊരു വേഗം വേണ്ടിയിട്ടുള്ളത്. പിന്നെ പെപ്പർ എടുത്തിട്ടുണ്ട്, സോൾട്ട്, പാപ്രിക്ക പൗഡർ, പിന്നെ പെരി പൗഡർ, ഗാർലിക് പൗഡർ. ഓക്കെ, ഈ മൈദയിൽ ഇപ്പം ഞാൻ കുറച്ച് പെപ്പർ ആഡ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് സോൾട്ട്, പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നതാണ് പാപ്രിക്കയാണ് ആഡ് ചെയ്യുന്നത്. പാപ്രിക്ക പൗഡർ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് സ്മോക്ക് പാപ്രിക്കയാണ്. അതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പാപ്രിക്ക പൗഡർ, പെരി പൗഡറൊക്കെ. ഇതൊക്കെ നിങ്ങളെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് ഇടേണ്ടത്. നിങ്ങളിപ്പം ചിക്കൻ്റെ എന്താണ് ടേസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് പാപ്രിക്ക പൗഡർ, പെരി പൗഡർ, അതേപോലെ തന്നെ പിന്നെ ആഡ് ചെയ്യുന്നതാണ് ഗാർലിക് പൗഡർ. ഓണിയൻ പൗഡർ ഉള്ളതൊക്കെ ഓണിയൻ പൗഡർ ആഡ് ചെയ്യാം. ഇതൊക്കെ നല്ല ഫ്ലേവർ കൊടുക്കും ചിക്കന്. ഇതും ആഡ് ചെയ്തിട്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാൻ. ഇതിൻ്റെ അകത്തൊരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ എഗ്ഗ് യൂസ് ചെയ്യുന്നില്ല. സാധാരണ ഫെബ്രയിലെന്ന് വെച്ചാൽ ഞങ്ങൾ കോട്ട് ചെയ്യുന്നത് മൈദയും എഗ്ഗ്, ബ്രെഡ് ക്രംസ്. അതൊന്നും ആവശ്യമില്ല, ജസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. മാക്സിമം പോയാലൊരു 5 to 10 minutes കുക്കിംഗ് ടൈം എല്ലാം അടക്കമാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഫസ്റ്റ് മൈദയിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ഒന്ന് അധികം മുക്കരുത്, ജസ്റ്റ് ഒരു 2 സൈഡും ഒന്ന് ഇതാക്കുക. എന്നിട്ട് വീണ്ടും കോട്ട് ചെയ്യാൻ. അങ്ങനെ ഒരു 2 പ്രാവശ്യം കോട്ട് ചെയ്യണം. 2 പ്രാവശ്യം കോട്ട് ചെയ്തിട്ട് ഒരു 2 minutes വെക്കണം. 2 minutes വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മൈദ ഒന്ന് വാട്ടർ അബ്സോർബ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫ്രൈ ചെയ്യാൻ പോകുന്ന ടൈം ഒരു പ്രാവശ്യം കൂടി ചെയ്താൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഡീപ്പ് ഫ്രൈയിങ്ങിൻ്റെ ഒരു പാൻ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പറ്റിയ ഓയിൽ നല്ല ഹൈ ടെമ്പറേച്ചറിൽ ഫസ്റ്റ് വെക്കാം. എന്നിട്ട് ചിക്കന് ഒന്ന് നല്ലോണം ഒന്ന് ഈ തിള വരുന്നുണ്ടോ, ആ തിള വന്ന് അതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇത് സിമ്മറിലേക്ക് ഇടാൻ. സിമ്മറിങ് മീൻസ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാൻ. കാരണം വെച്ചാൽ ചിക്കൻ്റെ ഉള്ളിൽ വേകാൻ വേണ്ടിയിട്ടാണ്. കാരണം വെച്ചാൽ ഈ ഫസ്റ്റിനെ ഹൈ ടെമ്പറേച്ചറിൽ കൊടുത്തു വെച്ചാൽ ക്രസ്റ്റ് ഒന്ന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. പിന്നെ ഞങ്ങൾക്ക് അതേ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ മീഡിയത്തിലേക്ക് ഇട്ടാലും മെയിൻറ്റെയിൻ ആവുക ചെയ്യാൻ. നമ്മൾ ഉള്ളിൽ നല്ല ടെൻഡർ ആയിരിക്കും, പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും. ഇത് ഒന്ന് നല്ലോണം ഫ്രൈ ആയി വരുമ്പം വന്നാൽ ഇതിൻ്റെ കൂടെ നമുക്കിപ്പം മയോ ഡിപ്പ് കൊടുക്കാം. മയോണീസ് അല്ലെങ്കിൽ പിന്നെ 1000 Island സോസ്, അതൊക്കെ നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എന്താണ് ഡിപ്പ്. പിന്നെ അതേപോലെ ബണ്ണ്, പിന്നെ കുട്ടികൾക്കൊക്കെ ആക്കി കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് റെസിപ്പിയാണിത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് മുട്ട യൂസ് ചെയ്യുന്നില്ല. അതേപോലെ ഈസി എന്ന് വെച്ചാൽ മാക്സിമം കുക്കിംഗ് ടൈം എല്ലാം അടക്കം ഒരു 10 minutes 5 minutes ആ ഒരു ടൈം ആവേണ്ട കുട്ടികൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമാകും. ഇത് നല്ലോണം ഒന്ന് എന്താ പറയുക, നല്ലോണം ഡ്രെയിൻ ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞ പാട് എന്ത് ചെയ്യുക, കുറച്ച് ഗാർലിക് പൗഡർ ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ ആ ഫസ്റ്റ് ബൈറ്റ് തന്നെ നല്ല ഇതുണ്ടാവും. ഇപ്പോൾ കാണുന്ന നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ